നമ്മൾ പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞ കോമ്പല വാങ്ങിക്കുന്നത്, അല്ലാതെ തന്നെ ഇവിടെ നമുക്ക് കോമ്പല ഒട്ടിത്തട്ടുന്നുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ കോമ്പല ഇഷ്ടമാണോ? കമന്റ് ചെയ്യണം താഴത്ത്. അപ്പൊ ഗൈസ് ഞാൻ തുറന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ വാങ്ങിയ എന്നെ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട്. എന്താണ് സാധനം? കോമ്പല എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് അച്ഛനെ കണ്ടോ, ഇതൊക്കെ ഫുള്ള് കോമ്പലയാണ് ഗൈസ്. ഒക്കെ ഏത് ഞാൻ പൊട്ടിക്കില്ല, പക്ഷെ ഞാൻ നാളെ പൊട്ടിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒറ്റപ്പടകം ഇട്ടുണ്ട്, ഒറ്റപ്പടകം നാളെയും പൊട്ടിക്കാം, അല്ല നാളെയും പൊട്ടിക്കാം. അതെ, അടുത്തതാണ് ഇതും എല്ലാം ഞാൻ നാളെ കട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചതാണ്. ഇതൊക്കെ ഇല്ലേ ആ ചിച്ചി പറയുന്ന സാധനം, ആ സാധനമൊക്കെയാണ് ഇത്. ഈ മുകളിൽ മാത്രം പൊട്ടുന്ന സാധനമുണ്ട്, താഴത്തും കുറച്ച് പൊട്ടുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ ഇത് പൊട്ടില്ല. ഇതൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പൊട്ടി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അത് തുറന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താ വേറെ സാധനമാണ്. ചിച്ചി പറയുന്നല്ല, അത് ഗണ്ണാണ്. എനിക്ക് ഗണ്ണാണ് വേഗം പേടി. ഓക്കെ, അടുത്ത മാലപ്പടകാണ്. എന്താ ടൈഗർ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് കുറേ ഉണ്ട്, 1 2 3 4 4 ഉണ്ട്. പിന്നെ ഗൈസ് എൻ്റെ ഏറ്റവും പേടിയുള്ള സാധനമാണ് സരസ്വതി പടക്കം. ഉണ്ടോ? ഇന്ന് ഭയങ്കര ഒച്ചയായിരുന്നു, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തതാണ് മോനെ നമ്മളുടെ മത്താപ്പൂ, മേശപ്പൂ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ മേശപ്പൂ അൺബോക്സ് ചെയ്യുന്നത്. അടുത്തൊന്നും പേടിക്കില്ല. എനിക്കിതൊന്ന് കത്തിക്കണം ഇന്ന് രാത്രി. എനിക്ക് മേശപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ വിചാരിച്ചാലോ, ഇത് പിരി എന്ന് പറയുന്ന സാധനമാണ്. പക്ഷെ എനിക്ക് കണ്ട് പേടിയാണ് ഗൈസ്. ഗണ്ണാണ് ഏറ്റവും വലിയ. പിന്നെ ഗൈസ് നമ്മൾ പമ്പരാണ്, 2 എണ്ണം ഉണ്ട്. എനിക്ക് ഇതിലൊന്ന് ഗൈസ് നമ്മളിപ്പോൾ പമ്പര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ പമ്പരാണ്. മൈ ഗോഡ്, ഇതൊക്കെ ചിലത് പൊട്ടിത്തെറിക്കുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഞാൻ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല പൊട്ടിത്തെറിക്കും. പിന്നെ ഒരു പമ്പരം കിട്ടിയിട്ടുണ്ട്, ഇതിൽ സ്റ്റാപ്ലിലാണ് എടുത്തിട്ട്. മൈ ഗോഡ്. ഓക്കെ, വാ പുറത്ത് വാ. ഇതും അതേപോലെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് റബ്ബറാക്കാം. അടുത്താണ് ഒന്നും പേടിക്കാതെ ഇരിക്കാതിരിക്കണ്ടേ. അടുത്തതാണ് പൂത്തിരി. എൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന് എനിക്ക് ഉറപ്പേനി. ഈ പൂത്തിരി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ പൂത്തിരി എടുക്കുന്നത്, എങ്ങനെ പോകും? അപ്പോൾ ഇത് നമുക്ക് രാത്രി എടുക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം. ഓ മൈ ഗോഡ്, പക്ഷെ ഞാൻ പടക്കം പൊട്ടിക്കൂല, എല്ലാം പേടി. എനിക്ക് പടക്കം എല്ലാം പേടി. പടക്കം പൊട്ടിക്കില്ല. ഓക്കെ, പിന്നെ ഇതെന്താ സാധനം? ടോം എന്ന് പറഞ്ഞൊക്കെ എന്തൊക്കെയോ ഉണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. എന്താ ഗായ്സ്, ഇതെന്തോ പൊട്ടിത്തെറിക്കുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതിവിടെ കാണുന്നോട്ടെ. അടുത്തതാണ് ഇതെന്താ സാധനം? മേശപ്പൂ പോലെ ഉണ്ടല്ലോ കാണാൻ. മേശപ്പൂ നല്ല വലിയ ആരിത് ഓൾറെഡി ഇങ്ങനെ വാട്ട് ഈസ് ദിസ് വൺ? ഇതെന്താ നിങ്ങൾക്ക് അറിയോ? കമന്റിൽ ബിലോ. ഗോൾഡൻ ഡ്രോപ്സ് എന്നൊക്കെ എഴുതി വെച്ച്. ഇതിൽ സ്റ്റാപ്പിനറാണ്. ഇതും അതേപോലെ തന്നെ. ഇത് വേറെ സാധനമാണ്, പിരിപിരിയാണ് കേട്ടോ. ഇത് കണ്ടാ മനസ്സിലാവും അല്ലേ? ഇതാരാ ഒരു ഡ്രാഗൺ കുട്ടി. അത് അടുത്തതാണ് പിടിക്കാൻ ഒന്നില്ലാത്ത. പൊത്തിരി. എനിക്ക് ഇത് ജുൽജുലെന്നാണ് എഴുതി. എന്താ ജുൽജുല്? അതിന് കളറൊന്നുമില്ല.
ഒന്ന് വാ പുത്തിരി. എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും. കിട്ടി. ഇത് മറ്റേ പൂത്തിരി പോലെ തന്നെയാ കേട്ടോ. പിന്നെ ഇലക്ട്രിക് ഉണ്ട്. ഇലക്ട്രിക് കവറിനൊന്നും ചെയ്ത് വെച്ചില്ല. ഞാൻ കത്തിച്ചിട്ടേ ഇല്ല. അച്ഛനാണ് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാക്കി. പിന്നെയാണ് ക്രാക്കറിങ് നക്ഷത്രം പൂത്തിരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നക്ഷത്രം പോലെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. എനിക്കിത് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സൗണ്ട് ഇഷ്ടമില്ല. അടുത്ത റെഡാണ്. റെഡ് ഡീർന്നൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇതാണിത്. അടുത്തത് പിന്നെയും പൂത്തിരി എഴുതും, അതേപോലെ തന്നെ എഴുതിക്കും. ഇതിലെന്താ യെല്ലോ എന്നാണ് എഴുതിയിട്ട്. ഇത് ഫുള്ളും ഇങ്ങനെ താഴ്ത്തി വീണ എന്തായിരിക്കും അവസ്ഥ. ഇത് പിന്നെയും ചില്ല് അച്ഛൻ വാങ്ങിക്കണം. അത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു നിൽക്കണം കേട്ടോ. പിന്നെയാണ് ഇതൊക്കെ ആൾക്കിൻ്റെ ചിത്രമുള്ള ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഗ്രീനാണ്. പിന്നെയോ സൂപ്പർ ഹീറോസിൻ്റെ വാങ്ങിയ പിന്നെ ഒരു ഹൾക്കിൻ്റെ വാങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ. ഞാൻ അടുത്ത ദിവസം കാണാമേ.